രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് മുടി കെട്ടി വയ്ക്കണോ അതോ അഴിച്ചിടണോ എന്നത് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണല്ലേ. ഒട്ടും സംശയമില്ലാതെ തന്നെ പറയാം, മുടി കെട്ടി വയ്ക്കുന്നത് തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലത് കേട്ടോ. അതിന് 2-3 കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് അറിയുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇടതൂർന്ന മുടി ആഗ്രഹിക്കാത്ത പെൺകുട്ടികൾ ഉണ്ടാവില്ല അല്ലേ. കഴിക്കുന്ന ഭക്ഷണം മുതൽ മുടി കെട്ടിവയ്ക്കുന്ന രീതി വരെ മുടി വളർച്ചയെ സ്വാധീനിക്കും കേട്ടോ. രാത്രി കിടക്കുമ്പോൾ മുടി കെട്ടിവയ്ക്കണോ അതോ അഴിച്ചിടണോ എന്ന ചോദ്യവും പതിവാണല്ലേ. ഉറങ്ങാൻ നേരം ഉച്ചിയിൽ മുടി ചുരുട്ടി കെട്ടി കിടക്കുന്നവരും പിന്നിയിടുന്നവരും അതുപോലെ തന്നെ അഴിച്ചിടുന്നവരും ഉണ്ടല്ലേ. മുടി കെട്ടിവയ്ക്കുന്നതും അഴിച്ചിടുന്നതും മുടി വളർച്ചയുമായി കാര്യമായ ബന്ധമില്ലെന്നതാണ് വാസ്തവം കേട്ടോ. പക്ഷേ മുടി രാത്രിയിൽ അഴിച്ചിട്ടാൽ മുടിയുടെ ആരോഗ്യത്തെ അത് ദോഷകരമായി ബാധിച്ചേക്കുവേ. നമ്മുടെ മുടി അഴിച്ചിട്ടാണ് കിടക്കുന്നതെങ്കിൽ നമ്മുടെ കിടക്കയിലും തലയിണയിലും മറ്റും ഉരസി പൊട്ടിപ്പോകാനും വരണ്ടു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ മുടി ചീകി വല്ലാതെ വലിച്ചു മുറുക്കി ഉച്ചിയിൽ കെട്ടിവച്ചാലും മുടിവേരുകൾ ദുർബലമാകാൻ വേണ്ടിയിട്ട് കാരണമായേക്കും. ഇങ്ങനെ കെട്ടിവയ്ക്കുന്നത് നമ്മുടെ ശിരോചർമ്മത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനെ ബാധിച്ചേക്കാം കേട്ടോ. മുടിക്കും ശിരോചർമ്മത്തിനും ആയാസമുണ്ടാക്കുന്ന വിധത്തിലെ മുടികെട്ട് നല്ല ഉറക്കത്തെയും ബാധിച്ചേക്കാം. അതുപോലെ തന്നെ വൈകിട്ട് കുളിച്ച് മുടി ഈറനോടെ തന്നെ കെട്ടിവച്ചോ അല്ലാതെയോ കിടക്കുന്നതും നല്ലതല്ല കേട്ടോ. മുടി നല്ലതുപോലെ ഉണക്കി വലുതായി മുറുക്കാതെ കെട്ടിവച്ച് കിടക്കുന്നതാണ് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും നല്ലത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.